ഇറാന്റെ സൈനിക നേതൃത്വത്തിൽ വൻ അഴിച്ചുപണി. യുദ്ധം കൂടുതൽ കടുപ്പിക്കുമോ? അമേരിക്കയുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ഇറാനിൽ വലിയൊരു സൈനിക നേതൃത്വ അഴിച്ചുപണി. ഇറാൻ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ബസിജ് അർദ്ധ സൈനിക വിഭാഗം എന്നിവയിലെ നിർണായക സ്ഥാനങ്ങളിലേക്ക് 6 മുതിർന്ന സൈനിക മേധാവികളെ നിയമിച്ച് ഉത്തരവിറക്കിയതായി പരമോന്നത നേതാവും സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫുമായ മുജ്തബ ഹുസൈനി ഖമേനി അറിയിച്ചു. 6 ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ സുപ്രധാന സ്ഥാനങ്ങളിൽ നിയമിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് വെറും ഒരു ഭരണപരമായ മാറ്റമാണോ, അതോ അമേരിക്കക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കാനുള്ള ഇറാന്റെ വ്യക്തമായ സന്ദേശമാണോ? ഇതാണ് ഇപ്പോൾ ഉയർന്ന പ്രധാന ചോദ്യം. ഇറാന്റെ സൈനിക നേതൃത്വത്തിലെ ഈ മാറ്റം എന്തുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധ നേടുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പുതിയ നിയമനങ്ങളിലേക്ക് പോകാം. 6 നിർണായക നിയമനങ്ങൾ. ഇറാന്റെ സുപ്രീം ലീഡർ മുജ്തബ ഹുസൈനി ഖമേനി നടത്തിയ പുതിയ നിയമനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പേര് മുഹ്സിൻ റസായിയുടേതാണ്. ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ പുതിയ സെക്രട്ടറിയായാണ് റസായിയെ നിയമിച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ്. കാരണം അമേരിക്കയുമായുള്ള സംഘർഷം, രാജ്യത്തിന്റെ പ്രതിരോധ നയം, സുരക്ഷാ വിഷയങ്ങൾ, വിദേശ നയം തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനമാണിത്. മൊഹ്സിൻ റസായി ആരാണ്? ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പ് അഥവാ IRGCയുടെ മുൻ കമാൻഡറാണ് റസായി. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ IRGCയിൽ ചേർന്ന അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ സേനയുടെ നേതൃത്വത്തിലെത്തി. ഇറാഖ് യുദ്ധകാലത്തും അദ്ദേഹം IRGCയെ നയിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ സംവിധാനത്തിലേക്ക് റസായി എത്തുമ്പോൾ അതിനെ ഒരു സാധാരണ നിയമനമായി കാണാൻ വിദഗ്ധർ തയ്യാറല്ല. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് റസായി എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിനേക്കാൾ സമ്മർദ്ദത്തിന് മറുപടി സമ്മർദ്ദത്തിലൂടെ തന്നെ നൽകണമെന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ റസായിയുടെ നിയമനം ഇറാൻ പോരാട്ടം അവസാനിപ്പിക്കാൻ പോകുന്നില്ലെന്ന സൂചനയായും വിലയിരുത്തപ്പെടുന്നുണ്ട്. അടുത്ത പ്രധാന നിയമനം IRGCയുടെ തലപ്പത്ത് അഹ്മദ് വാഹിദി. ഇത് മറ്റൊരു നിർണായക നിയമനമാണ്. അഹ്മദ് വാഹിദിയെ IRGCയുടെ പുതിയ കമാൻഡർ ഇൻ ചീഫായി നിയമിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഏറ്റവും ശക്തമായ സൈനിക രാഷ്ട്രീയ സ്ഥാപനങ്ങളിൽ ഒന്നാണ് IRGC. ഇത് വെറും ഒരു സൈനിക സംഘടന മാത്രമല്ല, ഇറാന്റെ ആഭ്യന്തര സുരക്ഷയിലും വിദേശ നയത്തിലും രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനമുള്ള സംവിധാനമാണ് IRGC. അതുകൊണ്ട് തന്നെ IRGCയുടെ തലപ്പത്ത് ആരെത്തുന്നു എന്നത് ഇറാന്റെ ഭാവി നയത്തിന്റെ സൂചനയായി പോലും കണക്കാക്കപ്പെടുന്നു. ഇവിടെ മറ്റൊരു പേര് കൂടി ശ്രദ്ധിക്കണം, ഹുസൈൻ തയ്യേബ്. മുൻ രഹസ്യാന്വേഷണ മേധാവിയായിരുന്ന തയ്യേബിനെ IRGCയുടെ കീഴിലുള്ള ബസീജിന്റെ പുതിയ മേധാവിയായി നിയമിച്ചിട്ടുണ്ട്. ബസീജ് എന്നത് ഇറാനിലെ സന്നദ്ധ അർദ്ധ സൈനിക വിഭാഗമാണ്. രാജ്യത്തിനുള്ളിൽ പ്രതിഷേധങ്ങളോ ആഭ്യന്തര അസ്ഥിരതകളോ ഉണ്ടായാൽ അതിനെ നേരിടുന്നതിൽ ഈ സംവിധാനത്തിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ തായിബിന്റെ നിയമനത്തിനും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇനി ബാക്കിയുള്ള നിയമനങ്ങൾ. ഇറാന്റെ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫായി അലി അബ്ദുല്ലാഹിയെ നിയമിച്ചു. IRGC നാവികസേനയുടെ പുതിയ കമാൻഡറായി അലി ഒസ്മായി എത്തും. ഇങ്ങനെ നോക്കുമ്പോൾ സൈനിക നേതൃത്വത്തിലെ പല നിർണായക സ്ഥാനങ്ങളും ഒരേ സമയത്താണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ഇത് ചെറിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് റീഷഫിൾ അല്ല. ഇറാന്റെ സുരക്ഷാ സൈനിക സംവിധാനത്തിന്റെ മുകളിൽ തന്നെ വലിയൊരു മാറ്റമാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മാറ്റം? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇറാൻ ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലാണ്. ഒരു ഭാഗത്ത് അമേരിക്കയുമായുള്ള സൈനിക സംഘർഷം, മറ്റൊരു ഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധി. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകളും നടക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇറാൻ തന്റെ സുരക്ഷാ സംവിധാനത്തെ കൂടുതൽ കടുപ്പമുള്ള നേതൃത്വത്തിന് കീഴിലേക്ക് കൊണ്ടുവരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം പുതിയതായി നിയമിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗം പേർക്കും രഹസ്യാന്വേഷണ സുരക്ഷാ സംവിധാനങ്ങളുമായി അടുത്ത ബന്ധമുള്ള പശ്ചാത്തലമുണ്ട്.
അതിനാൽ ഈ മാറ്റത്തിന് രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ ഉണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. ഒന്ന്, പുറത്തു നിന്നുള്ള സൈനിക സമ്മർദ്ദത്തെ നേരിടുക. രണ്ട്, രാജ്യത്തിനകത്തെ അസ്ഥിരത നിയന്ത്രിക്കുക. അമേരിക്കയോട് ഇറാൻ നൽകുന്ന സന്ദേശം എന്താണ്? ഇവിടെയാണ് ഈ നിയമനങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഇറാൻ സൈനിക നേതൃത്വത്തിൽ കടുത്ത നിലപാടുള്ളവരെ കൊണ്ടുവരുന്നു. അതെന്താണ് സൂചിപ്പിക്കുന്നത്? ചർച്ച ചെയ്യാം, പക്ഷെ സമ്മർദ്ദത്തിന് മുന്നിൽ കീഴടങ്ങില്ല എന്ന സന്ദേശമായിരിക്കാം. പ്രത്യേകിച്ച് മൊഹ്സിൻ റസായിയുടെ നിയമനം ഈ നിലപാടിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുക, സംഘർഷം നീട്ടിക്കൊണ്ടുപോകുന്നതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ നേടുക, ഇതൊക്കെയാണ് ഇറാന്റെ തന്ത്രമെന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. റസായിയുടെ നിയമനം ഇറാന്റെ സുരക്ഷാ നയത്തിൽ പരിചയസമ്പന്നനായ ഹാർഡ് ലൈനറിന് കൂടുതൽ സ്വാധീനം നൽകുന്നതായാണ് റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നത്. പക്ഷേ ഇതിന്റെ മറ്റൊരു വശമുണ്ട്. പുറത്തു നിന്നുള്ള യുദ്ധം മാത്രമല്ല ഇറാൻ നേരിടുന്ന പ്രശ്നം. രാജ്യത്തിനകത്തെ സാമ്പത്തിക പ്രതിസന്ധിയും വലിയ വെല്ലുവിളിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടുതൽ ജനരോക്ഷം ഉയരുകയും ചെയ്താൽ പ്രതിഷേധങ്ങൾ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷാ സംവിധാനത്തെ ആശ്രയിക്കാനാണ് പുതിയ നേതൃത്വം ശ്രമിക്കുന്നതെന്നാണ് വിദഗ്ധ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ബസീജിന്റെ തലപ്പത്തേക്കുള്ള ഹൊസൈൻ തായിബിന്റെ നിയമനവും ശ്രദ്ധേയമാകുന്നത്. അത് യുദ്ധഭൂമിക്ക് പുറത്തുള്ള ഒരു ആഭ്യന്തര സുരക്ഷാ സന്ദേശം കൂടിയാണ്. അഥവാ പുറത്ത് അമേരിക്കയുമായി പോരാടുമ്പോഴും അകത്ത് പ്രതിഷേധങ്ങൾക്ക് ഇട നൽകുന്നില്ല എന്ന നിലപാടാണ്. IRGCയുടെ സ്വാധീനം വർദ്ധിക്കുമോ? ഇതാണിപ്പോൾ വലിയ മറ്റൊരു ചർച്ച. ഇറാനിൽ IRGCക്ക് നേരത്തെ തന്നെ വലിയ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക സ്വാധീനമുണ്ട്. പുതിയ നിയമനങ്ങളിലൂടെ ആ സ്വാധീനം വീണ്ടും വർദ്ധിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ തലപ്പത്ത് മുൻ IRGC കമാൻഡറായ മൊഹ്സിൻ റസായി, IRGCയുടെ തലപ്പത്ത് അഹ്മദ് വാഹിദി, ബസീജിന്റെ തലപ്പത്ത് മുൻ രഹസ്യാന്വേഷണ മേധാവി ഹുസൈൻ തായിബ്. ഈ മൂന്ന് നിയമനങ്ങളും ഒരുമിച്ച് നോക്കുമ്പോൾ ഇറാന്റെ സുരക്ഷാ സംവിധാനത്തിൽ ഹാർഡ് ലൈൻ വിഭാഗത്തിന്റെ സ്വാധീനം ശക്തമാകുന്നുവെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇനി ചോദ്യം, യുദ്ധം കൂടുതൽ കടുപ്പിക്കുമോ? ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം. നിയമനങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ഇറാൻ ഉടൻ തന്നെ വലിയ ആക്രമണം നടത്തുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ രാഷ്ട്രീയ സന്ദേശം വ്യക്തമാണ്. ഇറാൻ ഇപ്പോൾ സൈനിക ശേഷി പുനഃസംഘടിപ്പിക്കാനും സുരക്ഷാ സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ശ്രമിക്കുകയാണ്. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകൾക്കും മറ്റൊരു വഴി തുറന്നു കിടക്കുകയാണ്. അതിനാൽ മുന്നിലുള്ള ദിവസങ്ങളിൽ രണ്ട് സാധ്യതകളാണ് പ്രധാനമായും കാണുന്നത്. ഒന്ന്, ചർച്ചകളിലൂടെ സംഘർഷം കുറയ്ക്കാനുള്ള ശ്രമം. രണ്ട്, ചർച്ച പരാജയപ്പെട്ടാൽ സൈനിക സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കം. ഇറാൻ ഇപ്പോൾ ഈ രണ്ട് വഴികളും ഒരേ സമയം തുറന്നു വെച്ചിരിക്കുന്നതായി വേണമെങ്കിൽ പറയാം. ലോകം എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നു? കാരണം ഇത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു തർക്കം മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ സുരക്ഷാ സാഹചര്യത്തെയും ബാധിക്കുന്ന വിഷയമാണിത്. ഇറാന്റെ സൈനിക നീക്കങ്ങൾ മേഖലയിൽ കൂടുതൽ സംഘർഷത്തിന് കാരണമാകാം. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ, കടൽ വ്യാപാരം, ഊർജ വിപണി, എണ്ണവില എല്ലാം ഇതിന്റെ പ്രതിഫലനം അനുഭവിക്കാം. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് പോലുള്ള തന്ത്രപരമായ കടൽപാതകൾ ഇതിനകം തന്നെ അന്താരാഷ്ട്ര ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇറാന്റെ സൈനിക നേതൃത്വത്തിലെ ഓരോ മാറ്റവും അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും മാത്രമല്ല, ലോക വിപണിയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അവസാനം ഇപ്പോൾ ഇറാനിലെ ഈ സൈനിക നേതൃത്വ അഴിച്ചുപണി എന്താണ് പറയുന്നത്? ഒന്നാമതായി, ഇറാൻ തന്റെ സുരക്ഷാ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. രണ്ടാമതായി, IRGCയുമായി അടുത്ത ബന്ധമുള്ള ഹാർഡ് ലൈൻ വിഭാഗത്തിന് കൂടുതൽ സ്വാധീനം ലഭിക്കുകയാണ്. മൂന്നാമതായി, അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാൻ എളുപ്പത്തിൽ വഴങ്ങാൻ തയ്യാറല്ലെന്ന സന്ദേശമാണ് നൽകുന്നത്. നാലാമതായി, രാജ്യത്തിനകത്തെ സാമ്പത്തിക പ്രതിസന്ധിയും പ്രതിഷേധ സാധ്യതകളും നേരിടാനും സുരക്ഷാ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. അതിനാൽ തന്നെ ഇറാനിലെ ഈ മാറ്റം വെറുമൊരു ലീഡർഷിപ്പ് റീഷഫിളായി കാണാനാകില്ല. ഇത് ഇറാൻ മുന്നോട്ടുള്ള പോരാട്ടത്തിനായി തന്റെ സൈനിക സുരക്ഷാ സംവിധാനത്തെ എങ്ങനെ പുനഃക്രമീകരിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. ഇനി നിർണായകമാകുന്നത് അമേരിക്കയുമായുള്ള ചർച്ചകൾ ഏത് ദിശയിലേക്ക് പോകും? ഇറാൻ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമോ? അമേരിക്ക മറുപടി നൽകുമോ? അതോ വീണ്ടും നയതന്ത്രത്തിന്റെ വഴി തുറക്കുമോ? അതിനുള്ള ഉത്തരം വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളിലായിരിക്കും.
യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയാണോ ഈ അഴിച്ചുപണി, അതോ യുദ്ധം കൂടുതൽ കടുപ്പിക്കാൻ വേണ്ടിയാണോ? ഇതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.